ഷൂവ് ഈ പ്രോഗ്രാം എന്താണ്? ഒരു 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ വചന ധ്യാന അവസരമാണ്. അത് ഹോളി ഹോമിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഷിജുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുടുംബങ്ങളെ ബലപ്പെടുത്താനും കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഉള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനമാണ്. അത് ഒത്തിരി നാളുകളായി ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒത്തിരിയേറെ പേരിലേക്ക് എത്തിപ്പറ്റുന്നു. വളരെ സന്തോഷം. ഷൂവ് എന്നാൽ ഹീബ്രു ഭാഷയിൽ പിന്തിരിയുക, തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ഷൂവ് എന്ന് വെച്ചാൽ തിരിച്ചു വരിക. എന്താണ് തിരിച്ചു വരിക? ഒരുപക്ഷെ ഷൂവ് എന്നാൽ ദൈവത്തിൻ്റെ ഒരു ആഹ്വാനമാണ്. മകനെ തിരിച്ചു വരിക, മകളെ തിരിച്ചു വരിക. ഈ തിരിച്ചുവരവിൻ്റെ വിളി ഓരോ മനുഷ്യനും ആവശ്യമുള്ളതാണ്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മിൽ മണ്ണിൻ്റെ അംശം വളരെയുണ്ട്. ആദ്മാ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് ആദാം എന്ന് പേരിട്ടത്. ആദ്മാ എന്നാൽ മണ്ണാണ്. അപ്പോൾ മണ്ണ് കൊണ്ട് മെനഞ്ഞെടുത്താൽ ശരിക്കും പറഞ്ഞാൽ ബലഹീനതയുള്ള അതാണ് അതിൻ്റെ അർത്ഥം. പ്രതീകാത്മകമായ അർത്ഥം അതാണ്. അപ്പോൾ ബലഹീനതയുള്ള മനുഷ്യന് തിരിച്ചു വരിക എന്നുള്ളത് നിരന്തരം ആവശ്യമുള്ള ആഹ്വാനമാണ്. അപ്പോൾ പിതാവ് തന്ന സന്ദേശം തന്നെ ഈ തിരിച്ചുവരവിന്റെ സന്ദേശം തന്നെയായിരുന്നു. ഇപ്പോൾ അത് പിതാവ് ഷൂവ് എന്ന് പ്രത്യേകം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പിതാവ് പറഞ്ഞ ആ ഒരു സ്പിരിച്വൽ പവറിലേക്ക് തിരിച്ചു വരിക. നമുക്ക് നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് സ്പിരിച്വൽ പവറിനെ അവഗണിക്കലാണ്. നമ്മൾ കൂടുതലും ഒരു മുഴുകി പോകുന്നവരാണ് പലപ്പോഴും. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ടി വിയിലാണെങ്കിൽ മുങ്ങിപ്പോയി, മൊബൈലിലാണെങ്കിൽ മുങ്ങിപ്പോയി, ഭക്ഷണത്തിൽ മുങ്ങിപ്പോയി, മറ്റ് സെലിബ്രേഷൻസിൽ മുങ്ങിപ്പോയി, എന്റർടൈൻമെന്റുകളിൽ മുങ്ങിപ്പോയി. ഇങ്ങനെ നമുക്കുള്ളൊരു ഒരു ഒരു ട്രെൻഡ്, നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആഭിമുഖ്യം വളരെ ഭൗതികമായ ഒരു ഓറിയന്റേഷൻ. അതാണ് പല മനുഷ്യർക്കുള്ള മണ്ണിന്റെ പ്രത്യേകതയാണ്. പക്ഷേ ഇവിടെയാണ് കർത്താവ് നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ ചൈതന്യം. അപ്പൊ ദൈവത്തിന്റെ ചൈതന്യത്തിന് കാതോർത്ത് നിരന്തരം ജാഗ്രതയോടെ, ആത്മീയമായി പ്രാർത്ഥനയോടെ, ഉണർവോടെ, ദൈവികമായ ബോധത്തോടെ, ദൈവസാന്നിധ്യ അവബോധത്തോടെ ജീവിക്കാൻ കഴിയും. അപ്പൊ ഈ ഷൂവ് എന്നുള്ളത് നമ്മെ തിരികെ വിളിക്കുന്നു അത്തരമൊരു ജീവിതത്തിലേക്ക്. മോറൽ ലൈഫ്, പിതാവ് പറഞ്ഞു, മോറൽ പവർ തിരികെ വിളിക്കുന്നു അത്തരമൊരു ജീവിത ശൈലിയിലേക്ക്. പവർ ഓഫ് സഫറിങ്, കമ്മിറ്റ്മെന്റ്സ് എല്ലാം സഫറിങ് ആണ്. കൊച്ചിന് ക്ലാസ്സിൽ പോകാനായിട്ട് ആദ്യം മടിയായിരുന്നു. എന്താ കാരണം? എല്ലാ ദിവസവും പോണം. അത് പിന്നെ അവിടെ ചെന്ന് അവിടെ ഇരിക്കുക, പഠിക്കണം. കൊച്ചിന് കറങ്ങി നടക്കാനായിരുന്നു ഇഷ്ടം, പക്ഷെ അവിടെ ഇരുന്ന് പഠിക്കണം. അപ്പോൾ കമ്മിറ്റ്മെന്റ്സ് എല്ലാം സഫറിങ് ആണ്. ഇന്ന് കൂടി വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, ലോങ് ടേം കമ്മിറ്റ്മെന്റ്സിന് സന്നദ്ധത ഇല്ല എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ നോക്കിയാൽ മതി. ഇതൊരു ഫിലോസോഫിക്കൽ പ്രോബ്ലം എന്നതിനപ്പുറം ഇതിപ്പോ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ട് മാറിയിട്ടുണ്ട്. ഫിലോസോഫിക്കൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇങ്ങനെ ലോങ് ടേം കമ്മിറ്റ്മെന്റ് എന്തിന്, അല്ലാതെ സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള വളരെ വളരെ പെട്ടെന്ന് ഇട്ട് പോകാവുന്ന ചില പദങ്ങളുണ്ട്. ഇങ്ങനെ ഇട്ടിട്ടൊക്കെ പോകും. ചുരുക്കി പറഞ്ഞാൽ മടി എന്ന് പണ്ട് കാരണന്മാർ പറഞ്ഞിരുന്ന ഒരു സാധനം, അത് വല്ലാതെ നമ്മുടെ ഒരു ഈ കാലഘട്ടത്തിന്റെ ഒരു സംഗതിയായിട്ട് ഒരു
എന്തിനാ വൈ എക്സിസ്റ്റൻസ്, എന്തിനാണ് അസ്തിത്വം, വൈ ആം ഐ ഹിയർ എന്നുള്ളൊരു സുപ്രധാനമായ ചോദ്യം. പക്ഷെ ആ ചോദ്യം പോലും ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ലോങ് ടേം കമ്മിറ്റ്മെന്റ്സിന് തയ്യാറില്ലാത്തൊരു മനസ്സ്. അപ്പോൾ അതേസമയം ചെറിയ സംഗതികളൊക്കെ ആണെങ്കിൽ, അതായത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റൽ പരിപാടികളൊക്കെ ആണെങ്കിൽ, ഒത്തുതാമസം, കൂടിത്താമസം, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അത് കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ഞാൻ വേറെ ഒന്നിനും തയ്യാറല്ല, ഇങ്ങനെയൊക്കെ ആകാം. യു സി, അപ്പോ അത്തരത്തിൽ ഒരു ഈസി ഗോയിങ് മെന്റാലിറ്റി. അപ്പോ ഇവിടെയൊക്കെ ഇതിപ്പോ ഞാൻ പറഞ്ഞത് വളരെ പ്രകടമായ കാര്യങ്ങളിലാണ്. പക്ഷെ അതല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ഇതുണ്ടാവും, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ഇതുണ്ടാവും. അപ്പോഴ് ആ ഒരു ഷൂവ് എന്നുള്ളത് കമ്മിറ്റ്മെന്റ്സിലേക്ക് തിരിച്ചു വരിക. സഫറിങ് എന്നുള്ള വാക്ക് ഇപ്പൊ ആരും പോയി കൈമുറിച്ച് എന്നൊക്കെ ഇത് എന്റെ സഫറിങ് ആയിട്ട് ഞാൻ സ്വീകരിക്കുന്നു ഒന്നും പറയുന്ന ഒരു രീതിയല്ല. പണ്ട് വിശുദ്ധിക്ക് വേണ്ടി കയറ് വലിച്ചു കെട്ടിയിരുന്നു, ചാട്ടവാർ സ്വയം അടിച്ചിരുന്നു, മുള്ളുകമ്പി കെട്ടിയിരുന്നു. ഇതൊക്കെ ആരെങ്കിലും ഒന്നും ചെയ്യോ? ഇല്ല, ഒരാളും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ സഫറിങ് എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാട് വെറുതെ സ്വീകരിച്ചുള്ള അതല്ല, മറിച്ച് കർത്താവായി യേശു ക്രിസ്തു കാണിച്ചൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് സഫറിങ്ങിനെ ഞാൻ വിളിക്കും കമ്മിറ്റ്മെന്റ് എന്ന്. കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റെടുത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റിൽ സ്വാഭാവികമായിട്ട് സഫറിങ് ഉണ്ട്. സ്നേഹത്തിൽ സഹനമുണ്ട്. അപ്പോ ഈ സ്നേഹം, അടിസ്ഥാനപരമായ സ്നേഹം, വൈ ആം ഐ ഹിയർ എന്നുള്ള ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വൈ ആം ഐ ഹിയർ, വൈ ആം ഐ ഹിയർ. ഞാനിപ്പോ ഷൂബും ദൈവരാജ്യ ബോധവും എല്ലാം കൂടി കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ, വൈ ആം ഐ ഹിയർ? 70 വർഷം, ഏറിയാൽ 80, പോട്ടെ, അങ്ങേയറ്റം ഏറിയാൽ 100, 110. വൈ ആം ഐ ഹിയർ? ഞാനില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ഇനി ഞാൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയം ഉണ്ടാകുമല്ലോ. ഞാൻ എല്ലായിടത്തും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാനൊരു കുറച്ച് സ്പേസിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കുറച്ചു സമയത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ലിമിറ്റഡ് ടൈമിലും ഈ ലിമിറ്റഡ് സ്പേസിലുമുള്ള എൻ്റെ ഈ അസ്തിത്വത്തിന്റെ അർത്ഥം എന്ത്? വൈ ആം ഐ ഹിയർ? വൈ ആം ഐ ഹിയർ നൗ? ഈ ചോദ്യം സുപ്രധാനമാണ്. അവിടെയാണ് ക്രൈസ്തവ ബോധ്യങ്ങൾ നമുക്ക് തരുന്ന ആ ഒരു ഉത്തരം. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, കാറ്റഗിസിലെ ആദ്യത്തെയാണ്, നിന്നെ സൃഷ്ടിച്ചത് ആർ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് ഏറ്റവും ഒന്നാമത്തെ ചോദ്യം, അല്ല അങ്ങനെയല്ലേ? നിന്നെ സൃഷ്ടിച്ചത് ആര് എന്നുള്ള ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം തന്നെയായ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. അപ്പോ വൈ ആം ഐ ഹിയർ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ആരംഭിക്കേണ്ടത് ഫ്രം വേർ ആം ഐ എന്നുള്ളതാണ്, അല്ല. അപ്പോ നിന്നെ സൃഷ്ടിച്ചത് ആര്? സ്നേഹം തന്നെയായ ദൈവം. അവിടെയാണ് അടുത്ത ചോദ്യം, എന്തിന് നിന്നെ സൃഷ്ടിച്ചു? അവിടെയാണ് വൈയുടെ. അപ്പോ ഫ്രം വേർ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നമ്മൾ വൈയിലേക്ക് എത്തുമ്പോൾ വളരെ എളുപ്പമാണ്. സ്നേഹിച്ച് ഈ ഭൂമിയെ അല്പം കൂടി സുന്ദരമാക്കാൻ, സ്നേഹം കൊണ്ട് ഈ സമയത്തെ അല്പം കൂടി സുന്ദരമാക്കാൻ, ഈ ലോകം മുഴുവൻ വെളിച്ചമുള്ളതാക്കാൻ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, നമ്മൾ ആരും അവകാശപ്പെടേണ്ടതില്ല. മറിച്ച് നമ്മുടെ ചുറ്റുപാടുകളെ അല്പം കൂടി സ്നേഹം കൊണ്ട് സുന്ദരമാക്കാൻ, നമ്മുടെ കുടുംബത്തെ അല്പം കൂടി സ്നേഹം കൊണ്ട് സുന്ദരമാക്കാൻ, ഇത്തരത്തിൽ ഉള്ള ബോധ്യങ്ങളിലേക്കുള്ള തിരിച്ചു വിളിയാണ് ഷൂബ്. ഇത് തീർച്ചയായിട്ടും നടക്കുന്നത് അടിസ്ഥാന പ്രഘോഷണങ്ങളിലൂടെയാണ്. 7 അടിസ്ഥാനപരമായ പ്രഘോഷണങ്ങൾ അത് ഉണ്ടാകും. ഒപ്പം ഇതിന്റെ പ്രായോഗിക തലങ്ങൾ ഉണ്ടാകും. അപ്പോ ഷൂബ് എന്ത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ പറഞ്ഞത് അത് ദൈവ രാജ്യം വികസിപ്പിക്കാൻ എന്ന ഒറ്റ വാക്കിൽ ഞാൻ തിരിക്കുകയാണ്. ഇത്രയും നേരം പറഞ്ഞല്ലോ വൈ ആം ഐ ഹിയർ എന്ന്, ഞാനിവിടെ എന്തിനാ എന്ന്. അവിടെയാണ് നമ്മൾ ചോദ്യം തിരികെ പോയത് ഫ്രം വേർ ആം ഐ എന്ന്, അല്ലെങ്കിൽ ആരാണ് എന്നെ സൃഷ്ടിച്ചതെന്ന്.
അവിടെയാണ് സ്നേഹം തന്നെയായ ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന് ഉത്തരമുള്ളത്. സ്നേഹം തന്നെയായ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ ഞാൻ ഈ കാലത്ത്, ഈ 70 വർഷം, ഈ 80 വർഷം ഞാൻ ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് എന്തിന്? സ്നേഹം കൊണ്ട് സുന്ദരമാക്കാൻ. ദൈവത്തിൻ്റെ സ്നേഹ നോവലിലെ ഒഴിവാക്കാനാവാത്ത ഒരു അധ്യായമാണ് ഞാൻ. എന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഈ വിടവ് നികത്താനാവില്ല. ഐ ആം യുണീക്ക്, ഐ ആം എസെൻഷ്യൽ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ശരിയാണ്, ഒന്നുമല്ല, നമ്മൾ പുഴുവാണ്, കൃമിയാണെന്നൊക്കെ പറയും. പക്ഷേ മണ്ണാണ്, ശരി തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്ത് എൻ്റെ റോള്, അത് പകരം വയ്ക്കാൻ പറ്റില്ല ആർക്കും. ഓരോരുത്തരുടെ ഐഡന്റിറ്റി അല്ലേ? നമ്മുടെ വിരല് ഒന്ന് അടയാളം എടുത്താൽ വിരലിന്റെ ആ അടയാളം യുണീക്കാണെന്ന്. കണ്ണില് അത് ഓരോരുത്തർക്കും ഐഡന്റിക്കലായിട്ട് 7 പേരൊക്കെ കാണുമെന്ന് പറയുമെങ്കിലും ഓരോരുത്തരും യുണീക്കാണ്. ആ യുണീക്ക്നെസ് ഈ സ്നേഹ രാജ്യ വിപുലീകരണത്തിന് അനിവാര്യമായ ഒരു അവസ്ഥ, അനിവാര്യമായ ഒരു റോള് എനിക്കുണ്ട് എന്ന് തിരിച്ചറിയും. അവിടെയാണ് പിന്നെ അടുത്ത ചോദ്യം വരുന്നത്, ആ റോള് ഞാൻ എവിടെയാണ് പ്ലേ ചെയ്യേണ്ടത്? സ്വാഭാവികമായും വ്യക്തി ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവ സവിശേഷതകൾ ഞാൻ സ്വന്തമാക്കണം. അതാണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പോ സ്നേഹത്തിന്റെ ഒരു പ്രകാശ ഗോപുരമായി, ലൈറ്റ് ഹൗസായി ഞാൻ മാറണം. അടിസ്ഥാനപരമായത് തന്നെയാണ്. എന്നിൽ സ്നേഹമുണ്ടോ? എന്നിൽ സമാധാനമുണ്ടോ? എന്നിൽ സന്തോഷമുണ്ടോ? എന്നിൽ നീതിബോധമുണ്ടോ? അപ്പോ സ്നേഹത്തിന്റെ പ്രകാശ ഗോപുരമാകാൻ ഉള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇനി അടുത്തത് എൻ്റെ കുടുംബം. ഇവിടെ വരെ ദൈവരാജ്യം എന്ത് എന്ന ചോദ്യം വിശുദ്ധ പൗലോസ് അതിന് കൃത്യമായൊരു ഉത്തരം തന്നിട്ടുണ്ട്. റോമാക്കാർക്കുള്ള ലേഖനം 14 അധ്യായം 17 വാക്യം. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. ഭക്ഷിക്കാനും കുടിക്കാനും താമസിക്കാനും എൻജോയ് ചെയ്യാനും യാത്ര ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഒരാൾക്കുണ്ടെന്ന് വിചാരിക്കുക. എല്ലാ സൗകര്യങ്ങളും, ഒന്നിനും കുറവില്ല എന്ന് വിചാരിക്കുക. സമ്പത്ത് കൊണ്ട് മൂടിയിടാം, ഡോളർ വിരിച്ച് കിടക്കാം. അപ്പോ അങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിക്കുക. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. ആ വ്യക്തിക്ക് ദൈവരാജ്യ അനുഭവം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനി എന്താണ് പിന്നെ ദൈവരാജ്യം? നമ്മള് പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം. അപ്പോ കുടുംബത്തിൽ ദൈവരാജ്യം എന്നാൽ കുടുംബത്തിൽ നീതി. ഈ നീതി എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഓരോരുത്തർക്കും അർഹിക്കുന്നത് കൊടുക്കുക എന്നുള്ളൊരു പ്രയോഗമാണ് സാധാരണ നമ്മൾ നടത്താറ്, അല്ലേ? അർഹിക്കുന്നത് കൊടുക്കുക, അതാണ് നമ്മൾ നീതിയെ വളരെ ചുരുക്കി പറയുന്നത്. ഈ അർഹിക്കാത്തത് കൊടുക്കണ്ടേ? അവിടെയാണ് നീതിയുടെ പേര് കരുണ എന്നാവുന്നത്. അതാണ് യേശുക്രിസ്തുവിന്റെ നീതി. സത്യത്തിൽ ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ നിങ്ങൾ അവിടെ ആഘോഷിക്കുമ്പോൾ
ഒന്നാലോചിച്ച് നോക്കൂ. യൗസേപ്പ് നീതിമാനായിരുന്നു. യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യൗസേപ്പ് അർഹിക്കാത്തതും കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഈ യൗസേപ്പ് അറിയുന്നു മേരി ഗർഭിണിയാണ്. ആ നേരത്ത് ജോസഫിനുണ്ടായ ഒരു ഷോക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. മേരി ഗർഭിണിയാണെന്ന് യൗസേപ്പ് പറയുന്നു. വിവാഹ നിശ്ചയം ചെയ്തതാണ്. വിവാഹ നിശ്ചയം ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ എൻഗേജ്മെന്റ് അല്ല കേട്ടോ, നമ്മുടെ മനസ്സമ്മതമല്ല. നമ്മുടെ എൻഗേജ്മെന്റ് ലീഗൽ വാലിഡിറ്റി ഒന്നും ഇല്ലാത്തതല്ലേ. ഇതങ്ങനെയല്ല, വിവാഹം പോലെ തന്നെയാണ്. വിവാഹത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു എന്നർത്ഥം. വിവാഹത്തിന്റെ ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഇതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ മറ്റേ വിഡോ അല്ലെങ്കിൽ വിഡോവറാണ്. അതാണ് അവിടുത്തെ രീതി. അതാണ് യഹൂദ കല്യാണത്തിന്റെ രീതി. അപ്പോ വിവാഹ നിശ്ചയം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവള് തന്റെ ഭാര്യ അവസ്ഥയായി. ഇനി വേണ്ടത് ഇതാണ്, മഹർ കൊണ്ടേ കൊടുക്കുക, എന്നിട്ട് അവളെ വീട്ടിലേക്ക് ആഘോഷമായിട്ട് പിന്നെ എല്ലാവർക്കും സദ്യയൊക്കെ കൊടുക്കണം, എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം. ഇതാണ് അതിന്റെ പരിപാടി. അതിന് കുറച്ച് കാലതാമസം എടുക്കും. അതാണ് അതിന്റെ രീതി. അപ്പോഴ് വിഷയം, അവള് ഗർഭിണിയാണെന്ന് ജോസഫ് അറിയുന്നു. നീതി അനുസരിച്ചാണെങ്കിൽ അവൾക്ക് കിട്ടേണ്ടത് അവൾക്ക് കൊടുക്കണം. എന്താണ് അവൾക്ക് കിട്ടേണ്ടത്? കല്ലേറ് കൊണ്ടുള്ള വധം. കല്ലേറ് കൊണ്ട് മരിക്കുക. ഇതാണ് മേരിക്ക് കിട്ടേണ്ടത് നിയമം അനുസരിച്ച്. അവിടെയാണ് ജോസഫ് എന്താ പറയുന്നത്, എന്താ വിചാരിക്കുന്നത്? ജോസഫ് നീതിമാനാകയാലും മറിയത്തെ അവഹേളിക്കാൻ അല്ലെങ്കിൽ മറിയത്തെ ഒരു അവഹേളന പാത്രമാക്കാൻ ആഗ്രഹിക്കാത്തതിനാലും ജോസഫ് എന്താ ചെയ്തേ? രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താണ് പരസ്യത്തിൽ ഉപേക്ഷിക്കുക? അപ്പൊ പരസ്യമായി ഉപേക്ഷിക്കുകയും രഹസ്യത്തിൽ ഉപേക്ഷിക്കുക, ഇതാണല്ലോ അവിടുത്തെ വിഷയം. അപ്പോ പരസ്യമായി ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പരസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ അർത്ഥം പബ്ലിക്കായിട്ട്. പറഞ്ഞോ. സമൂഹം മുഴുവൻ അറിഞ്ഞ് കല്ലെറിയോ വിധിക്കോ എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അതിൽ നൂരിപ്പോയത്. അതെ, അതായത് യഹൂദ മതപണ്ഡിതരുടെ അടുത്ത് അല്ലെങ്കിൽ ന്യായാധിപന്മാരുടെ അടുത്ത് ചെന്നിട്ട്, ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞവളാണ്, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇവളിപ്പോ ഗർഭിണിയാണ്, ഇതാണ് അവസ്ഥ എന്ന് പറയുക, പരസ്യമായി പറയുക. അങ്ങനെ പരസ്യമായി പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാവോ? അവരെല്ലാവരും കൂടി മേരിയെ കല്ലെറിഞ്ഞു കൊല്ലും. ഇതാണ് അവസ്ഥ. ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പോ ജോസഫിന് എങ്ങനെയാണാവോ രഹസ്യത്തിൽ മറിയത്തെ ഉപേക്ഷിക്കാൻ കഴിയുക? ചിന്തിച്ചിട്ടുണ്ടോ? രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ കഴിയുക? ഇതൊരു വലിയ വിഷയമാണ്. രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ കഴിയുക. നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ജോസഫ് അവിടുന്ന് വിട്ടുകളയുക, നാട് വിട്ടുകളയുക. അപ്പൊ ജോസഫ് നാട് വിട്ട് കളയുമ്പോ ആളുകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ജോസഫിനെ കാണാതെ ചോദിച്ചു തുടങ്ങും, അല്ലെ ഈ ജോസഫ് അറിഞ്ഞില്ലേ, ജോസഫിനെ കാണാനില്ല, അവള് മേരി, അവള് ഗർഭിണിയാണ്. എടാ ജോസഫേ, കണ്ടോ? അപ്പൊ പഴി ആർക്കായി? ജോസഫ്. അല്ലെങ്കിൽ നസ്രത്ത് തന്നെ മൂരാച്ചിയെ പോലെ ജീവിക്കുക. മൂരാച്ചിയെ പോലെ ജീവിക്കുക. ആരെങ്കിലും ജോസഫ് കല്യാണം അത് പൂർത്തിയാക്കി. അപ്പോ എല്ലാവർക്കും കുറ്റപ്പെടുത്താൻ ഒരാള്, ജോസഫ്. പ്രിയപ്പെട്ടവര്, ഇതാണ് നീതി, കാരുണ്യം. ഇതാണ് യേശുക്രിസ്തുവിൽ നമ്മൾ ലോകം കണ്ട നീതി. കാരുണ്യത്തിന്റെ പേരാണ് നീതി. പലപ്പോഴും നമുക്ക് നീതിബോധം ഭയങ്കര കൂടി. അതുകൊണ്ട് നീതിബോധം എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ ശരിയാക്കിയിട്ട് ബാക്കി കാര്യം എന്നുള്ളതാണ്. അവളെ ശരിയാക്കിയിട്ട് കാര്യം എന്നുള്ളതാണ്.
പക്ഷെ നീതിബോധത്തിന്റെ ക്രിസ്ത്യൻ വേർഷൻ, ക്രിസ്തു നൽകിയ വേർഷൻ കാരുണ്യമാണ്. അപ്പോ നീതി, സമാധാനം. യുദ്ധത്തിന്റെ കാലമാണ്. സമാധാനം. സത്യത്തിൽ ഓരോ അധിനിവേശവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭാര്യയുടെ സ്പേസിലേക്ക് ഭർത്താവിന് ഇടിച്ചു കയറാമോ? അത് അധിനിവേശമാണ്. അതൊരു യുദ്ധമാണ്. ഭർത്താവിന്റെ സ്പേസിലേക്ക് ഭാര്യക്ക് ഇടിച്ചു കയറാമോ? ശരിയാ, സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, ഇതെല്ലാം ശരി. പക്ഷേ സമാധാനം അടിസ്ഥാനപരമായി റെസ്പെക്റ്റിന്റെ ഒരു തലമുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ സമാധാനം, ആന്തരികമായി എന്നിലൊരു സമാധാനം ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ പോകുന്നിടത്തും സമാധാനം ഉണ്ടാവും. ചിലര് എവിടെയൊക്കെ ചെന്നാലും ഈ ഇതായിരിക്കും, ആസിഡിക് നേച്ചറാണ്, ആസിഡിക്, ഇങ്ങനെ ഒരു ചൊറിയൻ ഇതാണ്. എവിടെ ചെന്നാലും സമാധാനം കെടുത്തും. അതേസമയം ദൈവാത്മാവിന്റെ ക്ഷമയും സ്നേഹവും നന്മയും ഫലങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അത് നമുക്ക് പുറകെ പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ആനന്ദത്തോടെ ജീവിക്കൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ സമയം തീരുകയാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ ദൈവരാജ്യ അനുഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ, എനിക്ക് ഈ ദൈവരാജ്യ സ്വഭാവങ്ങൾ സ്വന്തമാക്കാൻ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിൽ ദൈവം എന്നെ ക്ഷണിക്കുകയാണ്. ഈ ദൈവരാജ്യ അനുഭവം എന്നിലൂടെ എൻ്റെ ഭർത്താവിലേക്കും, എൻ്റെ മക്കളിലേക്കും, എൻ്റെ ഭാര്യയിലേക്കും, എൻ്റെ മാതാപിതാക്കളിലേക്കും, എൻ്റെ സഹോദരങ്ങളിലേക്കും, എൻ്റെ സഹപ്രവർത്തകരിലേക്കും, എൻ്റെ അയൽവാസികളിലേക്കും ഒക്കെ പരത്താൻ അതിന് കർത്താവിനെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ ഈ കാരുണ്യം എന്ന നീതിബോധത്തിൽ നിന്ന് ഞാൻ വളരെ ദൂരെയായിരിക്കാം. ഒരുപക്ഷെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന്, അതുകൊണ്ടാണ് സമാധാനം സംസ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. അത്രയ്ക്ക് ഉന്നതമാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ ഞാൻ വല്ലാതെ ദൂരെ പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരാൻ ഷൂബ വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവുള്ള സന്തോഷം, എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് വസ്തുക്കളിലാണെങ്കിൽ, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പർച്ചേസിലാണെങ്കിൽ, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും നേടുന്നതിൽ, കിട്ടുന്നതിലൊക്കെ ആണെങ്കിൽ, അവിടെ നിന്നൊക്കെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലേക്കുള്ളൊരു തിരിച്ചുവരവ്. ഈ ശുഭ ദിനങ്ങൾ സുന്ദരമാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.